ആദിവാസി സമൂഹങ്ങളുടെ സംവരണ അവകാശങ്ങൾ കവർന്നെടുക്കുവാൻ വ്യാജ ജാതി സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിക്കുന്നവർക്കെതിരെ സംസ്ഥാന വ്യാപകമായി ശക്തമായ നിയമ പോരാട്ടവും ജനകീയ സമരവും സംഘടിപ്പിക്കുമെന്ന് മലയേറിയ മഹാസഭ പ്രഖ്യാപിച്ചു. സംഘടനയുടെ 21ാമത് വാർഷിക പ്രതിനിധി സമ്മേളനത്തിലാണ് ഈ സുപ്രധാന തീരുമാനം. ആദിവാസി സമൂഹങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്ന് സമ്മേളനം വ്യക്തമാക്കി. വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മുന്നേറ്റത്തിനാണ് മഹാസഭ തയ്യാറെടുക്കുന്നത്. കോട്ടയം ജില്ലയിലെ മുരിക്കുംവയൽ ശ്രീ ശബരീശ കോളേജ്, ഇടുക്കി ജില്ലയിലെ നാടുകാണി ട്രൈബൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എന്നിവിടങ്ങളിൽ സർക്കാർ പുതിയതായി അനുവദിച്ച 4 എയ്ഡഡ് കോഴ്സുകൾക്ക് ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി സഭയുടെ ബജറ്റിൽ 34 ലക്ഷം രൂപ ഉൾപ്പെടുത്തി യോഗം അംഗീകരിച്ചു. ഇന്ത്യയിലെ ആദ്യ ട്രൈബൽ സർവകലാശാല സ്ഥാപിക്കുക എന്നതാണ് സഭയുടെ അടുത്ത ലക്ഷ്യമെന്നും ഇതിനായുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞതായും നേതാക്കൾ അറിയിച്ചു. സഭാ പ്രസിഡന്റ് എം കെ സജി അധ്യക്ഷത വഹിച്ച യോഗം ജനറൽ സെക്രട്ടറി പി കെ സജീവ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ വാർഷിക യോഗത്തിൽ മൂലമറ്റത്ത് വെച്ച് കുംഭകത്തിൽ നിന്നുള്ള മധുവിഞ്ചപ്ലാക്കിൽ പറഞ്ഞത് നേരോടെ നിർഭയം മലയേറിയ മഹാസഭ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് പറഞ്ഞത്. അത് നമ്മുടെ വാർഷിക റിപ്പോർട്ടിൽ ചേർക്കുകയും ചെയ്തു. ഇപ്പൊ 2 കാരണവന്മാർ പറഞ്ഞു, ഇവിടെ മുതിർന്ന ആൾക്കാർ പറഞ്ഞ് മുന്നോട്ട് പോകണമെന്നുള്ളത്. ബാക്കിയുള്ള ആളുകളുടെ ഒക്കെ ഒന്ന് പറഞ്ഞ്. സംഘടനാ സെക്രട്ടറി റിപ്പോർട്ടും ട്രഷറർ എം ബി രാജൻ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. സഭാ ആസ്ഥാന മന്ദിരം, വിവിധ ആതുര ശുശ്രൂഷ സ്ഥാപനങ്ങൾ, കാളകെട്ടിയിലെ ശബരി പിൽഗ്രീം സെന്റർ എന്നിവ ഉൾപ്പെടെയുള്ള വികസന പദ്ധതികൾ അതിവേഗം പൂർത്തിയാക്കുന്നതിനും സമ്മേളനം തീരുമാനിച്ചു. ആദിവാസി സമൂഹങ്ങളുടെ വിദ്യാഭ്യാസം, സാമൂഹികം, സാംസ്കാരികം, രാഷ്ട്രീയ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ മലയേറിയ മഹാസഭ ഇനി മുതൽ കൂടുതൽ ശക്തമായ ഇടപെടൽ നടത്തുമെന്നും സമ്മേളനത്തിൽ നേതാക്കൾ വ്യക്തമാക്കി. 2 ദിവസങ്ങളിലായി മുരിക്കുംവയൽ ശ്രീ ശബരീശ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നായി തെരഞ്ഞെടുക്കപ്പെട്ട 500-ലധികം പ്രതിനിധികൾ പങ്കെടുത്തു. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.